ഈ സ്പോർട്സ് റിലേറ്റഡ് ഇഞ്ചുറിയിൽ നമുക്ക് കേട്ടിട്ടുണ്ട് ലിഗമെന്റ് ഇഞ്ചുറി അല്ലെങ്കിൽ മെനിസ്കൽ ഇഞ്ചുറി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം കറക്റ്റ് ടൈമിൽ നമ്മൾ അതിൻ്റെതായ ഒരു ആർത്രോസ്കോപ്പിക് റിപ്പയറോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയുള്ള ആർത്രൈറ്റിസ് വരാനുള്ള സാധ്യത ഉണ്ടോ? അതെ, നമ്മൾ ഇപ്പൊ ഒരു പേഷ്യന്റ് ഇപ്പം വേദനയായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ മെയിൻ ആയിട്ട് കോസ് ഓഫ് പെയിൻ ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ നോക്കുന്നത്. ഒന്നുകിൽ അത് എക്സ്റേ മൂലം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് MRI അതുപോലുള്ള സ്കാനുകൾ എടുത്തിട്ടായിരിക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നമുക്കൊരു ലിഗമെന്റ് റിലേറ്റഡ് ഇപ്പം തേയ്മാനം അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി വരുന്നതെന്ന് പറയുന്നത് ആദ്യം ലിഗമെന്റ് എന്ന് പറയുന്നത് പേശി, അല്ലെങ്കിൽ മെനിസ്കസ് എന്ന് പറയുന്ന വാഷർ, അല്ലെങ്കിൽ തരുണാസ്ഥി എന്നുള്ള കാർട്ടിലേജ്. ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിനായിരിക്കും സംഭവിക്കുന്നത്. അപ്പൊ അതിലേക്ക് വരുന്ന ഡാമേജസ് ആണെങ്കിൽ, അതിന് ഇഞ്ചുറി ആയിട്ടുള്ള അല്ലെങ്കിൽ പരിക്കുകൾ മൂലം വരുന്ന എന്തെങ്കിലും കോസ് ആണെങ്കിൽ നമുക്കത് കീ ഹോൾ സർജറി വെച്ച് നമുക്കത് അഡ്രസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ലിഗമെന്റ് ആണ് പോയിരിക്കുന്നെങ്കിൽ നമ്മൾ ഡാക്കോദ്വാര ശസ്ത്രക്രിയ ചെയ്ത് പുതിയ പേശിയെ വെച്ചു കൊടുക്കാം. വാഷറാണ് കീറിയിരിക്കുന്നെങ്കിൽ നമുക്കതിനെ കീ ഹോൾ ചെയ്ത് നമുക്ക് റിപ്പയർ ചെയ്യാം. തരുണാസ്ഥിയാണ് പോയിരിക്കുന്നെങ്കിൽ തരുണാസ്ഥി തിരിച്ച് വെച്ച് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ കീ ഹോൾ വഴി ചെയ്യണം. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് മുട്ട് മുന്നോട്ട് തേഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിട്ടുള്ള ജോയിന്റ് റെസ്റ്റോറേറ്റീവ് കണ്ടീഷൻസ് ആണ്, അല്ലെങ്കിൽ ജോയിന്റ് സേവിങ് കണ്ടീഷൻസ് ആണ്. പക്ഷെ ഇതെല്ലാം പോയി കഴിഞ്ഞിട്ടാണ് പേഷ്യന്റ് വരുന്നെങ്കിൽ നമുക്ക് കീ ഹോളിൽ കൂടെ അത് അഡ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് വരും. അപ്പൊ അതുപോലുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറി അഡ്വൈസ് ചെയ്യുന്നത്. അതുപോലുള്ള സർജറി ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് തിരിച്ച് അവരുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള രീതിയായി വരും.